ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. ഒരുപക്ഷെ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ലോകത്തില് ഏറ്റവും കൂടുതൽ പാപം, തെറ്റുകള് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് നമ്മുടെ കണ്ണുകളിലൂടെയാണ്. അതുകൊണ്ടാണ് വചനത്തിലൂടെ എൻ്റെ ഈശോ എന്നെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ കണ്ണുകളെ നിയന്ത്രിക്കാനായിട്ട് നിനക്ക് സാധിക്കണം, നന്മ കാണാനായിട്ട് നിനക്ക് പറ്റണം. കാരണം നീ നന്മ കണ്ടാൽ മാത്രമേ നിന്റെ ഹൃദയത്തില് നന്മ നിറയത്തുള്ളൂ. ഒരുപക്ഷെ നമ്മളൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ തിന്മകളാണ് കാണുന്നത്, അല്ലെ? കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ കണ്ണുകളിലൂടെ തെറ്റുകൾ കാണുന്നവരുടെ എണ്ണം ഇന്ന് ഏറി വരിക. മാധ്യമങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പലപ്പോഴും ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുന്നത് തിന്മയായിട്ട് പോവുകയാണ്. ഈ തിന്മ നമ്മുടെ കണ്ണുകളിലൂടെ കാണുമ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കുക. പിന്നീട് നമുക്കൊരിക്കലും നന്മ ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാ നിന്റെ കണ്ണ് കുറ്റമറ്റതെങ്കിൽ നിന്റെ ജീവിതം നന്മയിലൂടെ കടന്നു പോകുമെന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതെല്ലാം നമ്മുടെ ഈ കണ്ണുകളിലൂടെ കാണുന്ന കാര്യമാണ്. ഈ തിന്മയാണ് ഞാൻ കാണുന്നതെങ്കിൽ ആ തിന്മ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും ഞാൻ ചിന്തിക്കുന്നത് പോലും ഈ തിന്മയായിട്ട് മാറുകയാണ്. ഓരോ ദിവസം കഴിയും തോറും എൻ്റെ തിന്മയുടെ കാഴ്ചകൾ കൂടിക്കൂടി വരും. അതിനെ ഒരിക്കലും നിയന്ത്രിക്കാനായിട്ട് പിന്നീട് സാധിക്കാതെ പോയി. ഒരുപക്ഷെ ഇന്നൊക്കെ ഒത്തിരിയേറെ യുവജനങ്ങളും കുട്ടികളും ഒക്കെ അച്ഛന്മാരോട് വന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും ഇത് തന്നെ. അച്ഛാ, കാഴ്ച മോശമായിട്ട് പോകുന്നു, മോശമായത് കാണുകയാണ്. മോശമായത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് പഠിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മറ്റുള്ളവരെ നല്ല കണ്ണോടുകൂടി കാണാൻ പറ്റുന്നില്ല. മനസ്സിൽ മുഴുവൻ തിന്മ നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുകയാണ്. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത്, മോനെ, നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണം. നന്മ കാണാൻ ഞാൻ ചിന്തിക്കേണ്ടത്, ഞാൻ എന്ത് കാണണം? ചുറ്റുപാടും ഒത്തിരിയേറെ കാഴ്ചകളുണ്ട്. അതിൽ എന്താണ് കാണേണ്ടത് എന്ന് തീരുമാനിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. നന്മയാണ് ഞാൻ കാണുന്നതെങ്കിൽ എൻ്റെ ജീവിതം നന്മ നിറഞ്ഞതായിട്ട് മാറും. മറിച്ച് ഞാൻ കാണുന്നത് തിന്മയാണ് എങ്കിൽ എൻ്റെ ജീവിതം പാപത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നമുക്ക് നിയന്ത്രിക്കാം. ചുറ്റുപാടുമുള്ള തിന്മകൾ കാണാതെ നന്മകൾ കാണുവാനായിട്ട്, നന്മ നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട്, മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.